ഞാൻ പണ്ടൊക്കെ ഓർത്തിട്ടുണ്ട് കേട്ടോ, ഈ ചിക്കൻ കഴിക്കുമ്പോഴേ പല്ലിനിടയിൽ മുഴുവൻ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോലെടുത്തിട്ട് കുത്താൻ പോകണം, ആകെ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ച് കിട്ടിയായിരുന്നെങ്കിൽ അത് കഴിക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെയല്ലേ, ചിക്കൻ പല്ലിനിടയിൽ കയറുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായി ഈ ഇറച്ചി ഉള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് ക്രഷ്ഡ് ചിക്കൻ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുളക് തേച്ച് വെച്ചേക്കുന്ന ആ ചിക്കൻ എടുത്തിട്ട് നമ്മളിനി വറക്കാൻ പോകുക. ഈ ചിക്കനെ ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. പാൻ വെച്ചു, അതിൻ്റെ ഉള്ളിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ അല്പം കടുകിട്ട് കൊടുക്കുവാണ്. ഇവിടെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ചട്ടിയിൽ കടുകൊക്കെ പൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല കറുത്ത പരുവാകുന്ന വരെ നന്നായിട്ട് വഴറ്റണം. ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ചിക്കൻ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. നല്ല പോലെ തിളച്ച് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. വഴന്ന് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വറുത്ത് മുരിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മറ്റൊരു പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റി വയ്ക്കുകയാണ്. ചിക്കൻ റെഡി ആയപ്പോഴേക്കും നമ്മുടെ സവോള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് ഇഞ്ചി ഉള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്പം മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതിപ്പം നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇതാ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയേക്കാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക്. ഇതാ നമ്മുടെ ചിക്കൻ നല്ല ക്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സവോളയൊക്കെ കറക്റ്റ് വഴണ്ടതുണ്ട്. അതുപോലെ ഗോൾഡൻ കളറായിട്ടിരിക്കുന്നുണ്ട്. മീനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പം ഈ പൊടിച്ചെടുത്ത ചിക്കൻ ക്രഷ് ചെയ്ത് നമ്മൾ ഇതിനുള്ളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും. നമ്മൾ ഇട്ട് കൊടുത്ത ചിക്കൻ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് ഇളക്കി ഞാനിനി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടോ, അങ്ങനെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മളിനി കുറച്ചൊരു പെരിഞ്ജീരകത്തിന്റെ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെരിഞ്ജീരകത്തിന്റെ കുറച്ച് പൊടി എടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ
പെരുംജീരകത്തിൻ്റെ ആ മണവും കുരുമുളകിൻ്റെ മണവും ചിക്കൻ മസാലയുടെ മണവും ഇതെല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറാണ് മുമ്പോട്ട് വരിക. നമ്മുടെ ക്രഷ്ഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.